ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഭാഗം 3. ഇനി എന്തെങ്കിലും വിശദമായിട്ട് അറിയണമെങ്കിൽ സച്ചിയുടെ അച്ഛനിൽ നിന്നേ അറിയാൻ പറ്റൂ എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ സച്ചി വീണ്ടും വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അച്ഛന്റെ ഫ്രണ്ടാണ് ഉദയപുരത്തെ വിക്രമൻ എന്ന ആ വക്കീൽ എന്ന് അറിയുന്നത്. അതുകൊണ്ട് അച്ഛനിൽ നിന്നും എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുമോ എന്നറിയാൻ സച്ചി വീട്ടിലേക്ക് എത്തി. ലക്ഷ്മിയുടെ അച്ഛനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും അദ്ദേഹം കോവിലകത്തെ രാജശേഖരവർമ്മ തമ്പുരാനെ കണ്ടുകിട്ടി. അതിനുശേഷം മാത്രമേ ലക്ഷ്മിയെ നേരിട്ട് കാണൂ എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അതുകൊണ്ട് ലക്ഷ്മിയുടെ അച്ഛൻ ബാലചന്ദ്രൻ വീട്ടിലേക്ക് വരില്ല എന്ന് ഉറപ്പിച്ച് മാധവിനോട് പറഞ്ഞു. അദ്ദേഹം അങ്ങനെ പറഞ്ഞതും അദ്ദേഹത്തെ അവിടെ നിന്നും മാറ്റാൻ തീരുമാനിച്ചു. അതിന് സന്ദീപിന്റെ ഗുരുവായൂരുള്ള അപ്പാർട്ട്മെന്റിലേക്ക് അദ്ദേഹത്തെ ആക്കി കൊടുക്കാൻ അവർ തീരുമാനിച്ചു. സച്ചി വീട്ടിലേക്ക് എത്തുമ്പോൾ സമയം രാത്രി 12 അടുത്തിരുന്നു. വീടിന്റെ മുന്നിൽ കാർ നിർത്തിയതും അവൻ ഒരു നിമിഷം കണ്ണുകൾ അടച്ചിരുന്നു. മനസ്സിൽ മുഴുവൻ സഞ്ജയ് പറഞ്ഞ കാര്യങ്ങളായിരുന്നു. ലക്ഷ്മി ഉദയപുരം കോവിലകത്തിന്റെ രാജശേഖരവർമ്മ തമ്പുരാന്റെയും ദേവയാനി തമ്പുരാട്ടിയുടെയും മകൾ. വിശ്വസിക്കാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല. അതാലോചിക്കുമ്പോൾ തന്നെ അവന് മനസ്സിൽ ഒരു ഭയം നിറയുകയായിരുന്നു. കാറിൽ നിന്നും ഇറങ്ങി അകത്തേക്ക് കയറുമ്പോൾ ഹാളിൽ മാത്രം ലൈറ്റ് ഉണ്ടായിരുന്നു. സതീശൻ നായർ സോഫയിൽ ഇരുന്ന് ഫോണിലെന്തോ നോക്കുകയായിരുന്നു. സച്ചിയെ കണ്ടതും അദ്ദേഹം തല ഉയർത്തി നോക്കി. ഇത്ര നേരം എവിടെയായിരുന്നു? സച്ചി മറുപടി പറഞ്ഞില്ല. അവൻ പതിയെ അച്ഛന്റെ മുന്നിലെ സോഫയിലിരുന്നു. സഞ്ജയേട്ടൻ വന്നില്ലേ? അവൻ ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ല, അവനെന്തോ ആവശ്യത്തിനായിട്ട് പോയിരിക്കുകയാണ്. 1 മാസം കഴിഞ്ഞ് വരുമെന്ന് അമ്മയെ വിളിച്ച് പറഞ്ഞു എന്ന് അമ്മ പറഞ്ഞു. അച്ഛൻ പറഞ്ഞതും അവനൊന്ന് മൂളി. അവന്റെ മുഖത്തെ ഗൗരവം കണ്ടതും സതീശൻ നായർ ഫോൺ മാറ്റിവെച്ചു. എന്താ പ്രശ്നം? സച്ചി ഒരു നിമിഷം മിണ്ടാതെ ഇരുന്നു. പിന്നെ പതിയെ ചോദിച്ചു. അച്ഛാ, ഉദയപുരം കോവിലകത്തെ വിക്രമനങ്കിൾ അച്ഛന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ. ആ ചോദ്യം കേട്ടതും സതീശൻ നായർ ചെറുതായി ചിരിച്ചു. അതെ, എന്താ ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ ഒരു ചോദ്യം? അല്ല, നമ്മൾ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ലല്ലോ, സച്ചി പതിയെ പറഞ്ഞു. എപ്പോഴോ സഞ്ജയ് പറഞ്ഞു കേട്ടിട്ടുണ്ട് അവിടെ കാണാൻ നല്ല ഭംഗിയാണെന്ന്. എനിക്കും ഒന്ന് പോയി കാണണമെന്ന് തോന്നുന്നുണ്ട്. സതീശൻ നായർ കുറച്ചു നേരം അവനെ നോക്കിയിരുന്നു. പിന്നെ ഒരു ദീർഘനിശ്വാസം വിട്ടു. നിനക്കും പോകാമായിരുന്നു, അധികം വൈകാതെ തന്നെ, നിന്റെ ഏട്ടൻ സമ്മതിച്ചിരുന്നെങ്കിൽ, അദ്ദേഹം പതിയെ പറഞ്ഞു. സച്ചി നെറ്റി ചുളിച്ചു. എന്താ അച്ഛൻ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. സതീശൻ നായർ ചെറുതായി ഒന്ന് ചിരിച്ചു. അത് വിക്രമിന്റെ മകനില്ലേ, റാം? അറിയാം. റാം കൂടാതെ വിക്രമിന് ഒരു മകളുണ്ട്. ആ കുട്ടിയെ ഞങ്ങൾ നിന്റെ ഏട്ടൻ സന്ദീപിന് വേണ്ടി ആലോചിച്ചതായിരുന്നു. അത് കേട്ടതും സച്ചിയുടെ കണ്ണുകൾ വിടർന്നു. എന്ത്? അതെ, അവരെല്ലാവരും ഇങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. അതിനു മുമ്പ് നമ്മൾ അങ്ങോട്ട് ചെന്ന് പെണ്ണിനെ കാണണം എന്നൊക്കെ സംസാരിച്ചിരുന്നതാണ്. സച്ചിക്ക് കുറച്ചു നേരം ഒന്നും പറയാൻ കഴിഞ്ഞില്ല. സന്ദീപിന് വേണ്ടി ഉദയപുരം കോവിലകത്ത് നിന്ന് ആലോചന വന്നിരുന്നതായി അവൻ ഒരിക്കലും കരുതിയിരുന്നില്ല. പിന്നെ ഇപ്പോൾ അത് നടന്നില്ലല്ലോ. സന്ദീപ് വേറെ വിവാഹം കഴിച്ചില്ലേ? സതീശൻ നായർ പറഞ്ഞു. സച്ചി അച്ഛനെ നോക്കി. അപ്പോ സഞ്ജയ് ഏട്ടനെ ആലോചിക്കാമായിരുന്നില്ലേ? ആ ചോദ്യം കേട്ടതും സതീശൻ നായരുടെ മുഖം ചെറുതായി മാറി. ഒരു നിഗൂഢത ആ കണ്ണുകളിൽ തെളിഞ്ഞു. അതൊക്കെ ആലോചിച്ചതാണ്, പക്ഷെ അത് വിക്രമിന്റെ മകളല്ല എന്ന് മാത്രം. സഞ്ജയ്ക്ക് വേണ്ടി ഞാൻ വേറൊരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞു. അത് കേട്ടതും സച്ചിയുടെ കണ്ണുകൾ വീണ്ടും ചുരുങ്ങി. ആരാ പെൺകുട്ടി? അതൊന്നും ഇപ്പൊ പറയാനായിട്ടില്ല, സതീശൻ നായർ ഫോൺ കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് പറയാം. സച്ചി അച്ഛന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. എന്തോ ഒരു രഹസ്യം അച്ഛൻ മറയ്ക്കുന്നുണ്ടെന്ന് അവന് വ്യക്തമായി തോന്നി. നിനക്ക് ഉദയപുരം കോവിലകം കാണണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ പോയിക്കോ, സതീശൻ നായർ വീണ്ടും പറഞ്ഞു. ഞാൻ വിക്രമിനോട് പറഞ്ഞോളാം. അത് കേട്ടതും പെട്ടെന്ന് സച്ചിയുടെ മനസ്സിൽ അപ്പോൾ ഒരു ചിന്ത മിന്നി മാഞ്ഞു. അതച്ചാ, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ടാകും. ആരൊക്കെയാ? അത് കോളേജിൽ പഠിക്കുന്നവരാണ്. ഇപ്പോഴാണെങ്കിൽ എക്സാം എല്ലാം കഴിഞ്ഞ് നിൽക്കുകയാണല്ലോ. എന്തായാലും പോയിക്കോളൂ, ഞാൻ വിളിച്ച് പറഞ്ഞോളാം, സതീശൻ നായർ സമ്മതിച്ചു. പക്ഷേ വിക്രമൻ ഇപ്പോൾ അവിടെയില്ല. എന്തോ ഒരു കേസിന്റെ ആവശ്യത്തിന് ഡൽഹി പോയിരിക്കുകയാണ്. ആണോ? നീ എപ്പോ പോകുന്നോന്ന് തീരുമാനിച്ചിട്ട് പറയേ, അദ്ദേഹം പറഞ്ഞു. ശരി അച്ഛാ എന്ന് പറഞ്ഞ് സച്ചി എഴുന്നേറ്റു. പക്ഷേ റൂമിലേക്ക് നടക്കുമ്പോഴും അവന്റെ മനസ്സിൽ മുഴുവൻ സഞ്ജയെക്കുറിച്ചുള്ള അച്ഛന്റെ വാക്കുകളായിരുന്നു. സഞ്ജയ്ക്ക് വേണ്ടി ഞാൻ വേറൊരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്. ആ വാക്കുകൾക്ക് പിന്നിൽ എന്തോ ഉണ്ട് എന്ന് അവന് ഉറപ്പായിരുന്നു. ഹാളിൽ വീണ്ടും ഫോണിലേക്ക് നോക്കിയിരിക്കുന്ന അച്ഛനെ ഒന്ന് നോക്കിയ ശേഷം സച്ചി തന്റെ റൂമിലേക്ക് കയറി ഡോർ അടച്ചതും അവൻ വേഗം ഫോൺ എടുത്ത് മാധവിനെ വിളിച്ചു. അവിടെ കുറച്ച് റിങ് ചെയ്തതിന് ശേഷം കോൾ എടുത്തു. ഹലോ മാധവേട്ടാ,
സച്ചിയുടെ ശബ്ദം ഗൗരവമായിരുന്നു. എനിക്ക് തോന്നുന്നു നമുക്ക് ഉടനെ ഉദയപുരം കോവിലകത്തേക്ക് പോകാൻ ഒരു അവസരം തെളിഞ്ഞു വന്നിട്ടുണ്ട്. അവൻ അച്ഛൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും വിശദമായി പറയാൻ തുടങ്ങി. അതേസമയം മറ്റൊരിടത്ത് കറുത്ത നിറത്തിലുള്ള ഒരു കാറിനുള്ളിൽ ഇരുന്ന സഞ്ജയുടെ ചുണ്ടിൽ പതിയെ ഒരു ചിരി വിരിയുകയായിരുന്നു. അവന്റെ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോയിലേക്ക് അവൻ വീണ്ടും നോക്കി. ലക്ഷ്മി ദേവി, നിന്നെ ഞാൻ കോവിലകത്ത് തന്നെ തിരിച്ചു കൊണ്ടുവരും, അവൻ പതിയെ പറഞ്ഞു. അതിനുവേണ്ടിയല്ലേ ഞാൻ ഇത്രയും നാളായി കളിച്ചത്? അവന്റെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായിരുന്നു. അതെങ്ങനെയാണ് സഞ്ജയ്? ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, അവന്റെ കൂടെയുള്ള അവന്റെ കൂട്ടുകാരൻ ചോദിച്ചു. രാജശേഖരവർമ്മ തമ്പുരാന്റെയും ദേവയാനി തമ്പുരാട്ടിയെയും നമ്മൾ ഒരുപാട് അന്വേഷിച്ചു, പക്ഷെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ അവർ ജീവനോടെ ഉണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. അവൻ കാറിന്റെ സീറ്റിലേക്ക് ചാരിയിരുന്നു. അവരെ നമ്മൾ കണ്ടെത്തിയില്ലെങ്കിലും മാധവും കൂട്ടരും കണ്ടെത്തും. കാരണം ഇപ്പോൾ അവരുടെ ജീവിതം മുഴുവൻ ലക്ഷ്മിയെ ചുറ്റിപ്പറ്റിയാണ്. അവൾക്ക് വേണ്ടി അവരെന്തും ചെയ്യും, എവിടെയും പോകും. അവന്റെ ചുണ്ടിൽ വീണ്ടും ഒരു പുഞ്ചിരി വിരിഞ്ഞു. അത് മാത്രമല്ല, തമ്പുരാനും തമ്പുരാട്ടിയും ഉറപ്പായിട്ടും ലക്ഷ്മിയുടെ കാര്യങ്ങൾ അറിയുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്രയും സമാധാനത്തോടെ ജീവിക്കുന്നത്. അവരുടെ കണ്ണുകൾ ഉറപ്പായിട്ടും ലക്ഷ്മിയുടെ ചുറ്റും ഉണ്ടാകും. അങ്ങനെയെങ്കിൽ വേഗം അവർക്ക് രാജശേഖരവർമ്മ തമ്പുരാനെയും ദേവയാനി തമ്പുരാട്ടിയെയും കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ അവർ ആ തമ്പുരാനെയും തമ്പുരാട്ടിയെയും കണ്ടെത്തിയാൽ എന്റെ ജോലി എളുപ്പമാകും. അതിനുവേണ്ടിയല്ലേ ഞാൻ ഇത്രയും സത്യങ്ങൾ എല്ലാവരുടെ മുന്നിലേക്ക് ഇട്ടത്. അതേസമയം അവന്റെ ഫോൺ റിങ് ചെയ്തു. സഞ്ജയ് കോൾ എടുത്തു. ഹലോ. അപ്പുറത്തു നിന്ന് പറഞ്ഞത് കേട്ടതും അവന്റെ മുഖം മാറി. എന്ത്? എപ്പോഴാ? അവൻ ദേഷ്യത്തിൽ ചോദിച്ചു. കുറച്ചു നേരം മിണ്ടാതെ കേട്ട ശേഷം ശരി, ഞാൻ പിന്നീട് വിളിക്കാം, അത്രയും പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്തു. ഫോൺ കാറിന്റെ ഡാഷ്ബോർഡിലേക്ക് എറിഞ്ഞുകൊണ്ട് അവൻ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. മാധവിന്റെ വീട്ടിൽ എല്ലാവരും നവീന്റെ വീട്ടിൽ കൂടിയിരിക്കുകയായിരുന്നു. അവിടെ ഇരുന്ന് സംസാരിച്ചാൽ ലക്ഷ്മിയോ സ്ത്രീകൾ ആരെങ്കിലും കേട്ടാൽ അത് പ്രശ്നമാകും എന്നുള്ളത് കൊണ്ടാണ് അവരെല്ലാവരും നവീന്റെ വീട്ടിൽ കൂടിയത്. മാത്രമല്ല, നവീന്റെ അച്ഛനോടും മാധവിന്റെ അച്ഛനോടും മാഷിനോടും അവർ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നവീന്റെ അച്ഛനൊഴിച്ച് ബാക്കി എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും വലിയ ടെൻഷനിലായിരുന്നു. സഞ്ജയെ കുറച്ചു നാള് എങ്ങോട്ടെങ്കിലും മാറ്റണം, ഉദയൻ പറഞ്ഞു. അവൻ ഇങ്ങനെ ഫ്രീ ആയി നടക്കുമ്പോ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എങ്ങനെ? ശരത്ത് ചോദിച്ചു. എല്ലാവരും ആലോചനയിലായിരുന്നു. അപ്പോഴാണ് മാധവിന്റെ ഫോൺ റിങ് ചെയ്തത്. കോൾ എടുത്തതും അവന്റെ മുഖം ഗൗരവത്തിലായി. എന്താ അങ്കിളെ? അവൻ ചോദിച്ചു. അപ്പുറത്തു നിന്നും എന്തോ പറഞ്ഞതും അവൻ ഞെട്ടി എഴുന്നേറ്റു. എന്ത്? എപ്പോഴാ? കോൾ കട്ട് ചെയ്തതും എല്ലാവരും അവനെ നോക്കി. എന്താ? സച്ചി ചോദിച്ചു. സഞ്ജയുടെ കമ്പനിയിലുള്ള ഒരു സ്റ്റാഫ് ആത്മഹത്യക്ക് ശ്രമിച്ചു, അതും ഒരു പെൺകുട്ടി, അവൻ പറഞ്ഞു. എന്ത്? സന്ദീപ് ഞെട്ടി. ആ കുട്ടി എഴുതി വെച്ച ലെറ്ററിൽ സഞ്ജയുടെ പേരുണ്ട്, മാധവ് തുടർന്നു. അവൻ മാനസികമായും ശാരീരികമായി ഉപദ്രവിച്ചു എന്നും ആ കുട്ടി ഗർഭിണിയാണ് എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ഹാളിൽ ഒരു നിമിഷം നിശബ്ദത പടർന്നു. ഇപ്പോ പോലീസ് സഞ്ജയെ അന്വേഷിക്കുകയാണ്, മാധവ് പറഞ്ഞു. ആരാ ഇത് പറഞ്ഞത്? ഉദയൻ ചോദിച്ചു. വേറെ ആര്? എന്റെ അച്ഛൻ ഡിവൈഎസ്പി സുരേന്ദ്രൻ നായർ തന്നെയായിരിക്കും, നവീൻ പറഞ്ഞു. അതെ, മാധവ് പറഞ്ഞു. സച്ചിയുടെ കണ്ണുകൾ വിടർന്നു. അതായത് കുറച്ചു ദിവസത്തേക്ക് അവൻ സ്റ്റേഷനിലും കേസും കോർട്ടുമായിട്ട് നടക്കേണ്ടി വരും, ഉദയൻ പതിയെ പറഞ്ഞു. സന്ദീപ് ചിന്തയോടെ ഇരുന്നു. ഇതോടെ അവന്റെ ശ്രദ്ധ മുഴുവനും ഇതിലായിരിക്കും, അവൻ പറഞ്ഞു. അവന്റെ മാത്രമല്ല, നമ്മുടെ അച്ഛന്റെയും അമ്മയുടെയും ശ്രദ്ധ ഇതിലായിരിക്കും, സച്ചി പറഞ്ഞു. അതുവരെ നമുക്ക് ഉദയപുരം കോവിലകത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സമയം കിട്ടും. അതേസമയം സ്വന്തം റൂമിൽ നിന്ന് സഞ്ജയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. അവന്റെ ഫോൺ വീണ്ടും റിങ് ചെയ്തു. സർ, പോലീസ് വീട്ടിലേക്ക് വരാനിരിക്കുന്നു എന്ന് അപ്പുറത്തു നിന്നും ഭയത്തോടെ പറഞ്ഞതും സഞ്ജയ് ദേഷ്യത്തിൽ മേശപ്പുറത്തിരുന്ന ഗ്ലാസ് എടുത്തെറിഞ്ഞു. അവൻ അലറി. പക്ഷേ അവൻ അറിയാതെ തന്നെ ഇതെല്ലാം ആരോ വളരെ കൃത്യമായി പ്ലാൻ ചെയ്തിരുന്നു, അവനെ കുറച്ചുനാൾ കളത്തിൽ നിന്നും മാറ്റാൻ വേണ്ടി. സഞ്ജയ് വീണ്ടും റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. മുഖത്ത് മുഴുവനും ദേഷ്യമായിരുന്നു. മേശപ്പുറത്ത് കിടന്നിരുന്ന ഗ്ലാസ് അവൻ വീണ്ടും എടുത്തെറിയാൻ പോയപ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നത്. സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ടതും അവന്റെ നെറ്റി ചുളിഞ്ഞു. അച്ഛൻ. ഒരു നിമിഷം കണ്ണുകൾ അടച്ച ശേഷം അവൻ കോൾ എടുത്തു. ഹലോ, നീ എന്തൊക്കെയാ ചെയ്തു വച്ചിരിക്കുന്നത് സഞ്ജയ്? അപ്പുറത്ത് നിന്ന് സതീശൻ നായരുടെ ദേഷ്യത്തോടെയുള്ള ശബ്ദം കേട്ടു. സഞ്ജയ് പല്ലിറുക്കി. ഞാനൊന്നും ചെയ്തിട്ടില്ല അച്ഛാ, അവൻ ദേഷ്യം അടക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ എന്റെ ഷോപ്പിലെ സ്റ്റാഫാണ്, അത്ര തന്നെ. പക്ഷേ അവൾ എഴുതി വച്ചിരിക്കുന്ന ലെറ്ററിൽ നിന്റെ പേരുണ്ട്, സതീശൻ നായരുടെ ശബ്ദമുയർന്നു. അത് മനഃപൂർവ്വം അവൾ ചെയ്തതാ, ആരോ അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ.
സഞ്ജയ് പറഞ്ഞു. അപ്പുറത്ത് കുറച്ചുനേരം നിശബ്ദതയായിരുന്നു. പിന്നെ സതീശൻ നായർ വീണ്ടും സംസാരിച്ചു. ഇതത്ര സിമ്പിൾ കേസല്ല. സഞ്ജയുടെ മുഖം ഗൗരവത്തിലായി. എന്താ അച്ഛാ? ആ പെൺകുട്ടി മാത്രമല്ല, 3 പേരാണ് പരാതി കൊടുത്തിരിക്കുന്നത്. സഞ്ജയുടെ കണ്ണുകൾ വിടർന്നു. വാട്ട്? 3 പേരും നിന്റെ കമ്പനിയിലെ സ്റ്റാഫുകളാണ്, സതീശൻ നായർ പറഞ്ഞു. അവരും ഒരേ കാര്യങ്ങളാണ് പറയുന്നത്. സഞ്ജയുടെ കൈകൾ മുറുകി. ഇതെല്ലാം ആരോ പ്ലാൻ ചെയ്തതാ, അവൻ ദേഷ്യത്തിൽ പറഞ്ഞു. അതൊന്നും ഇപ്പോൾ നോക്കാൻ സമയമില്ല. സതീശൻ നായർ ശബ്ദത്തിൽ ദേഷ്യവും ടെൻഷനും ഉണ്ടായിരുന്നു. ആ ആത്മഹത്യക്ക് ശ്രമിച്ച പെൺകുട്ടിയുടെ ഏട്ടൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഇപ്പോൾ മീഡിയ വരെ ഇടപെടാൻ സാധ്യതയുണ്ട്. സഞ്ജയുടെ മുഖം മാറി. അതുകൊണ്ട് അവൻ പതിയെ ചോദിച്ചു. തൽക്കാലം നീ അവിടുന്ന് മാറണം, സതീശൻ നായർ ഉറച്ച ശബ്ദത്തിൽ തന്നെ പറഞ്ഞു. എന്ത്? സഞ്ജയ് ദേഷ്യത്തോട് ചോദിച്ചു. ഞാൻ എന്തിനു മാറണം? ഞാനൊന്നും ചെയ്തിട്ടില്ല. സഞ്ജയ്, അദ്ദേഹം ശബ്ദം കടുപ്പിച്ച് വിളിച്ചു. ഇപ്പൊ നീ ഇവിടെ നിന്നാൽ പ്രശ്നങ്ങൾ വലുതാകും. പോലീസ് ചോദ്യം ചെയ്യാൻ വരും, മീഡിയ വരും. എനിക്ക് പ്രശ്നമില്ല, സഞ്ജയ് പറഞ്ഞു. എനിക്ക് ഇവിടെ തന്നെ നിൽക്കണം. നീ ഞാൻ പറയുന്നത് കേൾക്കണം, സതീശൻ നായർ ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു. എത്രയും പെട്ടെന്ന് നാട്ടിൽ നിന്ന് മാറണം, അല്ലെങ്കിൽ ആ പെണ്ണ് നിന്റെ തലയിലാകും. നിന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ അവളെ കയറ്റേണ്ടി വരും. അയാൾ പറഞ്ഞതും സഞ്ജയ് കുറച്ചുനേരം മിണ്ടാതെ നിന്നു. അവന്റെ കണ്ണുകളിൽ ദേഷ്യവും സംശയവും നിറഞ്ഞിരുന്നു. അച്ഛാ, ആരോ എന്നെ മനഃപൂർവ്വം പെടുത്തിയതാണ്. എനിക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. പറ്റും, സതീശൻ നായർ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. നീ ഇന്ന് തന്നെ പോകണം. ഇന്നോ? അതെ, അദ്ദേഹം തുടർന്നു. കുറച്ചുകൂടി വൈകിയാൽ നിനക്ക് എയർപോർട്ടിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥ വരും. ആ വാക്കുകൾ കേട്ടതും സഞ്ജയുടെ മുഖം കടുപ്പമായി. അവൻ മനസ്സിലാക്കുകയായിരുന്നു കാര്യം അവൻ കരുതിയതിലും സീരിയസ് ആണെന്ന്. എവിടേക്കാ പോകേണ്ടത്? അവൻ ഒടുവിൽ ചോദിച്ചു. ദുബായിലേക്ക്. ടിക്കറ്റ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്, സതീശൻ നായർ പറഞ്ഞു. അവിടെ നമ്മുടെ കമ്പനി ബ്രാഞ്ചുണ്ട്. കുറച്ചുനാള് അവിടെ നിൽക്ക്. സഞ്ജയ് കണ്ണുകൾ അടച്ചു നിന്നു. അവന്റെ ഉള്ളിലെ ദേഷ്യം കത്തുകയായിരുന്നു. ഇത്രയും നാള് അവൻ പ്ലാൻ ചെയ്തതെല്ലാം ഇപ്പോൾ കൈവിട്ടു പോയതുപോലെ തോന്നി. ശരി, ഒടുവിൽ അവൻ പറഞ്ഞു. ഞാൻ പോകാം. കോൾ കട്ട് ചെയ്തതും അവൻ ഫോൺ ബെഡിലേക്ക് എറിഞ്ഞു. അടുത്ത നിമിഷം ദേഷ്യത്തിൽ അടുത്തുണ്ടായിരുന്ന കസേര കാലുകൊണ്ട് തട്ടിമറിച്ചു. തലമുടി പിടിച്ചു വലിച്ചു. കൈകൾ കോർത്തുകൊണ്ട് അവൻ അലറി. പക്ഷേ അവന്റെ കണ്ണുകളിൽ അടുത്ത നിമിഷം വീണ്ടും അപകടകരമായ തിളക്കം നിറഞ്ഞു. ഞാൻ തിരിച്ചു വരും, അവൻ പതിയെ പറഞ്ഞു. ലക്ഷ്മി ദേവിയെയും ഉദയപുരം കോവിലകത്തെയും വിട്ട് ഞാൻ എവിടെയും പോകില്ല. സച്ചി കാറ് വീടിന്റെ മുന്നിൽ നിർത്തുമ്പോഴും ദേവർമഠം മുഴുവൻ അസ്വസ്ഥത നിറഞ്ഞിരുന്നു. ഗേറ്റിന് പുറത്ത് തന്നെ 2-3 കാറുകൾ കിടക്കുന്നുണ്ട്. അത് കണ്ടതും അവന്റെ കണ്ണുകൾ ചുരുങ്ങി. ഇത്രയും ആളുകള്? അവൻ പതിയെ അകത്തേക്ക് നടന്നു. ഹാളിലേക്ക് കയറുമ്പോൾ തന്നെ അകത്ത് വലിയ ചർച്ച നടക്കുകയായിരുന്നു. സതീശൻ നായർ, സാവിത്രി, അച്ഛന്റെ ജൂനിയർമാർ, അമ്മയുടെ അസിസ്റ്റന്റ്, അങ്ങനെ എല്ലാവരുടെയും മുഖത്ത് ടെൻഷൻ വ്യക്തമായിരുന്നു. സച്ചി അകത്തേക്ക് കയറി വന്നതും എല്ലാവരുടെയും കണ്ണുകൾ അവന്റെ നേരെ തിരിഞ്ഞു. നീ എവിടെയായിരുന്നു? സാവിത്രി ദേഷ്യത്തോടെ ചോദിച്ചു. പക്ഷെ സച്ചിയുടെ ശ്രദ്ധ മുഴുവൻ അച്ഛനിലായിരുന്നു. മുഖം വല്ലാതെ കടുപ്പിച്ച് സോഫയിൽ ഇരിക്കുകയായിരുന്നു അച്ഛൻ. കാര്യം വളരെ സീരിയസ് ആണ് എന്ന് സച്ചിക്ക് മനസ്സിലായി. എന്താ പ്രശ്നം? അവൻ സാധാരണ പോലെ ചോദിച്ചു. സതീശൻ നായർ ദീർഘനിശ്വാസം വിട്ടു. സഞ്ജയ് കുറച്ചുനാള് നാട്ടിലുണ്ടാകില്ല, അദ്ദേഹം പറഞ്ഞു. എന്ത്? അവൻ അച്ഛനെ നോക്കി. അമ്മ ഒന്നും മിണ്ടിയില്ല. ദുബായിലേക്ക് പോവുകയാണ്, സതീശൻ നായർ തുടർന്നു. ആ വാക്കുകൾ കേട്ടതും സച്ചിയുടെ ഉള്ളില് ഒരുതരം ആശ്വാസം പടർന്നു. പക്ഷേ പുറത്ത് അതൊന്നും കാണിക്കാതെ അവൻ വീണ്ടും ചോദിച്ചു. സാവിത്രിയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു. അവനെതിരെ ചില നുണക്കേസുകൾ വന്നിട്ടുണ്ട്, അവർ പറഞ്ഞു. ആരോ അവനെ മനഃപൂർവ്വം കുടുക്കാൻ നോക്കുന്നതാണ്. പക്ഷെ പെട്ടെന്ന് അത് തെളിയിക്കാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് അവൻ ഇപ്പോൾ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്, സതീശൻ നായർ പറഞ്ഞു. മീഡിയയും പോലീസും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. സച്ചി മിണ്ടാതെ നിന്നു. അവന്റെ മനസ്സിൽ അതേസമയം മറ്റൊരു ചിന്തയായിരുന്നു. അപ്പോഴേക്കും തങ്ങൾക്ക് ഉദയപുരം കോവിലകത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സമയം കിട്ടും, അവൻ ഉള്ളിൽ ചിന്തിച്ചു. എപ്പോഴാ പോകുന്നത്? സച്ചി ചോദിച്ചു. 2 മണിക്കൂർ കഴിഞ്ഞ്, സതീശൻ നായർ പറഞ്ഞു. ടിക്കറ്റ് എല്ലാം റെഡിയായി. എത്ര നാള്? സച്ചി ചോദിച്ചു. കുറച്ചു നാള്, ഇവിടുത്തെ പ്രശ്നങ്ങളൊന്ന് ഒതുങ്ങുന്നത് വരെ, സതീശൻ നായർ പറഞ്ഞു. അതുവരെ ഇനി അവന്റെ ഷോപ്പ് നീ നോക്കി നടത്തണം, അച്ഛൻ പറഞ്ഞുകൊണ്ട് സച്ചിയെ നോക്കി. ആ സമയം സച്ചിയുടെ ഫോൺ റിങ് ചെയ്തു. അവൻ ഫോൺ എടുക്കുമ്പോൾ അത് സഞ്ജയ് ആണെന്ന് മനസ്സിലായി. അവൻ ഫോൺ എടുത്തു. നിനക്ക് സന്തോഷമായല്ലോ? സഞ്ജയ് പെട്ടെന്ന് ചോദിച്ചു. സച്ചി നെറ്റി ചൊളിച്ചു. എന്ത്? നിനക്കും നിന്റെ ഫ്രണ്ട്സിനും സമാധാനായില്ലേ? സച്ചിയുടെ മുഖം ഗൗരവത്തിലായി. നീ എന്താ പറയുന്നത് സഞ്ജയ്? അവൻ ചോദിച്ചു. ഞാൻ സത്യം തന്നെ പറയുന്നത്.
സഞ്ജയ് ചിരിച്ചു. നിങ്ങളെല്ലാവരും ചേർന്നല്ലേ എന്നെ കുടുക്കിയത്? സച്ചി ഒന്നും പറഞ്ഞില്ല. അവൻ സഞ്ജയ് പറയുന്നത് കേട്ടു നിന്നതേയുള്ളൂ. നീ കരുതുന്നുണ്ടോ ഞാൻ പോയാൽ എല്ലാം തീരുമെന്ന്? എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല, അവൻ ശാന്തമായി പറഞ്ഞു. സഞ്ജയ് ചെറുതായി ഒന്ന് ചിരിച്ചു. മനസ്സിലാകും, അവൻ പതിയെ പറഞ്ഞു. വളരെ വേഗം തന്നെ മനസ്സിലാകും. അത്രയും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. സച്ചി അവന്റെ മനസ്സിൽ എന്തോ അസ്വസ്ഥത പടരുകയായിരുന്നു. സഞ്ജയ് അത്ര എളുപ്പത്തില് തോൽക്കാൻ പോകുന്ന ആളല്ല. അവൻ പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യും. ആ ഒരു ഉറച്ച തോന്നൽ സച്ചിയുടെ മനസ്സിൽ ശക്തമായി നിറഞ്ഞു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ദേ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഇട്ടിട്ടുണ്ട്. ഇതിന്റെ തൊട്ടു പുറകെ തന്നെ താലിയോഗം വരൂ കേട്ടോ. അപ്പോൾ എല്ലാവരും കേൾക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നേ. അപ്പോൾ എല്ലാവരും കേൾക്കുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ അടുത്ത സ്റ്റോറിയുമായിട്ട് കാണാം. ബൈ.